അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ചില അടയാളങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നാം പരിചയപ്പെടുത്തുന്നത്. പരിശുദ്ധ ഖുർആൻ നാം പാരായണം ചെയ്യുമ്പോൾ ആയത്തുകൾക്കിടയിൽ കാണുന്ന വ്യത്യസ്തമായ അടയാളങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, അവിടെ നാം എങ്ങനെയാണ് ഓതേണ്ടത് എന്നുള്ള ഒരു ലഘു വിവരണം ഉദാഹരണ സഹിതം ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ഭംഗിയായി ഓതാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദ്യമായി നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു അടയാളമാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ 2 സ്ഥലങ്ങളിലായി 3 കുത്തുകൾ, പുള്ളികൾ. ഈ അടയാളം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് നിർത്താം എന്നുള്ളതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 2-ാമത്തെ ആയത്തിൽ നമുക്ക് ഈ അടയാളത്തെ കാണാൻ പറ്റും. ഇവിടെ നാം എന്താണ് ചെയ്യേണ്ടത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദാലികൽ കിതാബു ലാ റൈബ്. ذلك الكتاب لا ريب فيه هدى للمتقين. ഇവിടെ ഒന്നുകിൽ ലാ റൈബ എന്നുള്ളിടത്ത് ലാ റൈബ് എന്ന് പറഞ്ഞ് നമുക്ക് വഖഫ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ذلك الكتاب لا ريب فيه هدى للمتقين. ഇങ്ങനെയാണ് ഇവിടെ നാം പാരായണം ചെയ്യേണ്ടത്. അതുപോലെ പരിശുദ്ധ ഖുർആനിൽ ആയത്തുകൾക്കിടയിൽ ധാരാളമായി കാണുന്ന മറ്റൊരു അടയാളമാണ് ജീം. ഈ ജീമിന്റെ ഉദ്ദേശം വഖഫ് ജായിസ്, നമുക്ക് അവിടെ വഖഫ് ചെയ്യാം, നിർത്താം എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ആയത്തിനിടയിൽ നമുക്ക് ജീം കാണാൻ പറ്റും. ഇവിടെ നാം ചെയ്യേണ്ടത് നിർത്തൽ അനുവദനീയമാണ്, നമുക്ക് നിർത്താവുന്നതാണ്. ഈ ആയത്ത് നമുക്കൊന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. ഇവിടെ അഹ്സനു അമല, അമല എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താവുന്നതാണ്. അപ്പോൾ വഖഫ് അനുവദനീയം, നിർത്തൽ അനുവദനീയം എന്നുള്ളതാണ് ഈ ജീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ മറ്റൊരു അടയാളമാണ് മീം. 2 തരത്തിലുള്ള മീം നമുക്ക് കാണാൻ പറ്റും. അതിൽ ഒന്നാമത്തെ മീമാണ് നാം ആദ്യമായി വിശദീകരിക്കുന്നത്. ഈ മീമിന്റെ വാല് ഒന്ന് ചെരിഞ്ഞിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതിന്റെ ഉദ്ദേശം, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ആയത്തിൽ നമുക്ക് ഈ മീമിനെ കാണാവുന്നതാണ്. സൂറത്ത് യാസീനിലെ അവസാനത്തെ പേജിലെ നമുക്കൊക്കെ പരിചയമുള്ള ആയത്താണിത്. ഇത് ഓതേണ്ടുന്ന രൂപം ആ മീം കാണുന്ന സ്ഥലത്ത് നിർത്തിയിട്ടാണ് നാം ഓതേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون. فلا يحزنك قولهم. قولهم എന്ന് പറഞ്ഞ് നിർത്തുക. ശേഷം അടുത്ത ശ്വാസത്തിലാണ് ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ ഓതേണ്ടത്. പരിശുദ്ധ യാസീൻ നാം എപ്പോഴും പാരായണം ചെയ്യുന്ന ഒരു സൂറത്ത് കൂടിയാണ്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തെ പ്രത്യേകമായി നാം ശ്രദ്ധിക്കുക. ഖുർആനിൽ നാം കാണുന്ന മറ്റൊരു മീമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ മീമിന്റെ ഉദ്ദേശം, ഇവിടെ നാം ഇഖ്ലാബ് എന്നുള്ള നിയമത്തെയാണ് പാലിക്കേണ്ടത്. സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും ശേഷം ബാ വന്നാൽ അവിടെ നാം ഇഖ്ലാബ് ആണ് ചെയ്യേണ്ടത്. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ സാക്കിനായ നൂന് അല്ലെങ്കിൽ തൻവീന് ഇവകൾക്ക് ശേഷം ബാ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിയമമാണ്. സാക്കിനായ നൂനാണെങ്കിൽ ആ നൂനിന്
മീമിന്റെ ശബ്ദത്തിൽ, ആ നൂനിനെ മീമിന്റെ ശബ്ദത്തിൽ ഉച്ചരിച്ച് മണിക്കലാണ്. തൻവീനുകളാണെങ്കിൽ ആ തൻവീനിന് പകരമായി മീമിന്റെ ശബ്ദത്തിൽ ഉച്ചരിച്ച് മണിക്കലാണ് ഇഖ്ലാബ്. അപ്പോൾ ഈ മീമ് ഖുർആനിൽ കാണുമ്പോൾ അവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇഖ്ലാബ് എന്നുള്ള നിയമമനുസരിച്ച് ഇവിടെ നാം പാരായണം ചെയ്യണം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ ഉദാഹരണം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദി. ഇവിടെ മിൻ ബഅദി, മിൻ ബഅദിഹി എന്നാണ് ശരിക്ക്. പക്ഷേ സാക്കിനായ നൂനിന് ശേഷം ബാ വന്നപ്പോൾ അവിടെ നാം ഇഖ്ലാബ് ചെയ്തു. സാക്കിനായ നൂനിന് ശേഷം ആ നൂനിന്റെ മുകളിൽ നമ്മൾ നേരത്തെ സ്ക്രീനിൽ കണ്ട മീമിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ മീമിന്റെ ഉദ്ദേശം അവിടെ നൂനിനെ നൂനായിട്ടല്ല പറയേണ്ടത്, പിന്നെ ആ നൂനിന് പകരം മീമിന്റെ ശബ്ദത്തിൽ ഉച്ചരിച്ച് അവിടെ നാം മണിച്ച് ഓതുകയാണ് വേണ്ടത്. അതിനാണ് ഇഖ്ലാബ് എന്ന് പറയുക. അപ്പോൾ ഓതേണ്ടുന്ന രൂപം വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാഇ വമാ കുന്നാ മുൻസിലീൻ. മിൻ ബഅദിഹി എന്നുള്ളതാണ് ഇവിടുത്തെ നിയമം. ഇതുപോലെ തൻവീനുകൾക്ക് ശേഷം ബാ വരികയാണെങ്കിലും ഇതേപോലെയാണ് ഓതേണ്ടത്. ഖുർആനിലെ മറ്റൊരു അടയാളമാണ് ലാ എന്നുള്ളത്. ലാ എന്നുള്ളതിൻ്റെ ഉദ്ദേശം അവിടെ നാം നിർത്തേണ്ടതില്ല, നിർത്താതെ കൂട്ടി ഓതുകയാണ് വേണ്ടത്. ഈ ആയത്തിൽ നമുക്ക് ലാ എന്നുള്ള അടയാളത്തെ കാണാൻ പറ്റും. അവിടെ നാം നിർത്താതെ ചേർത്തി ഓതുകയാണ് വേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الذين تتوفاهم الملائكة طيبين يقولون سلام عليكم ادخلوا الجنة بما كنتم تعملون. ഖുർആനിലെ മറ്റൊരു അടയാളമാണ് ഖില. ഖില എന്നുള്ളതിൻ്റെ ഉദ്ദേശം അവിടെ വഖഫ് ഔല, നിർത്തലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആയത്തുകൾക്കിടയിൽ ഈ അടയാളത്തെ നാം കണ്ടാൽ അവിടെ നിർത്തി ഓതലാണ് ഏറ്റവും നല്ലത്. ഈ ആയത്ത് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് ഖില എന്നുള്ള അടയാളത്തെ കാണാൻ പറ്റും. ഓതേണ്ടുന്ന രൂപം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. മിൻ മർഖദിനാ എന്ന് പറഞ്ഞ് നിർത്തലാണ് ഏറ്റവും നല്ലത്. ഈ ആയത്തിൽ ഖിലയുടെ കൂടെ തന്നെ ഒരു സീനു കൂടെ നമുക്ക് കാണാൻ പറ്റും. ആ സീനിന്റെ ഉദ്ദേശം സക്ത, നമ്മൾ ജസ്റ്റ് ഓതുന്ന സമയത്ത് ഒന്ന് നിർത്തുക, എന്നിട്ട് അതേ ശ്വാസത്തിൽ തന്നെ അടുത്ത ഭാഗം തുടരുകയും ചെയ്യുക. അതിനാണ് സക്ത എന്ന് പറയുക. ആ രൂപത്തിൽ നാം ഓതുകയാണെങ്കിൽ ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. അപ്പോൾ മിൻ മർഖദിനാ എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് അതേ ശ്വാസത്തിൽ തന്നെ ഹാദാ മാ വഅദർ റഹ്മാനു എന്നുള്ള അടുത്ത ഭാഗത്തെ തുടരുകയും ചെയ്യുക. അപ്പോൾ ഈ ആയത്തിൽ രണ്ട് നിയമം ഒരുപോലെ വന്നിട്ടുണ്ട്. ഖില എന്നുള്ള ഒരു അടയാളവും അതുപോലെ സീന് എന്നുള്ള മറ്റൊരടയാളവും. ഖിലയാണെങ്കിൽ അവിടെ നിർത്തലാണ് ഏറ്റവും നല്ലത്. സക്കത്ത് കൊണ്ടുള്ള ഉദ്ദേശം ഒന്ന് നിർത്തി അതേ ശ്വാസത്തിൽ തന്നെ തുടർഭാഗം ഓതുകയും ചെയ്യുക. ഖുർആനിലെ മറ്റൊരു അടയാളമാണ് സില. സില എന്നുള്ളതിൻ്റെ ഉദ്ദേശം ചേർത്തി ഓതലാണ് ഏറ്റവും നല്ലത്. ആയത്തുകൾക്കിടയിൽ ഈ
അടയാളത്തെ നാം കാണുകയാണെങ്കിൽ അവിടെ നിർത്താതെ ചേർത്തി ഓതുകയാണ് വേണ്ടത്. ഉദാഹരണമായി ഈ ആയത്തിൽ നമുക്ക് സിലയെ കാണാം. സിലയുള്ളിടത്ത് നിർത്താതെ ചേർത്തി ഓതുകയാണ് വേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. മിർ റബ്ബിഹിം എന്നുള്ളിടത്ത് നിർത്താതെ ചേർത്തി ഓതുകയാണ് വേണ്ടത്. അതാണ് സില കൊണ്ടുള്ള ഉദ്ദേശം. ഖുർആനിൽ വേറെയും അടയാളങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ആ അടയാളങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം അടുത്ത വീഡിയോയിൽ നമുക്ക് കേൾക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ഭംഗിയായി പാരായണം ചെയ്യാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.